ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മിക്സിയിലിട്ട് അടിച്ചതാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമ്മളുടെ ആവശ്യത്തിന് 2 3 എത്ര ആണെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പച്ചക്കറികൾ, സവോള, ക്യാരറ്റ്, പച്ചമുളക് ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഇറച്ചിയാണ്. ഞാൻ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടാണ് ഇത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചാണ് എടുത്തത്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇനി വേണ്ടത് മസാലകളാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ജീരക പൗഡറുമാണ്. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ വേണം. ഉപ്പ് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ചിക്കനിൽ ചേർത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ എടുത്തോളേ. നമുക്കിത് കുഴയ്ക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അത് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ റോളിൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാനത് റോളാക്കിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണേ. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുകയാണ് ചെയ്തത്. അത് പൊട്ടിച്ചിട്ടതിന് ശേഷം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ ആ നേരത്തെ മാറ്റിയ റോള് ആ മിക്സിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ മിക്സ് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഞാൻ അടുപ്പ് കത്തിച്ചതിന് ശേഷം പാൻ വെച്ചിട്ട് അത് ചൂടായപ്പോൾ എണ്ണയും ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച ആ റോള് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഒരുവിധം വെന്തതിന് ശേഷം മറിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോന്ന് ഞാൻ മറിച്ചിട്ടതിന് ശേഷം അത് ഒരുവിധം വെന്തു നല്ല രീതിയിൽ നമ്മൾ വേവിക്കണം. കാരണം അതിലുള്ള മസാലകളൊന്നും നേരെ വെന്തിട്ടില്ലല്ലോ. അപ്പം കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെ എടുത്ത ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ്.